ഹലോ ഡിയേഴ്സ്. അപ്പം ഇനി എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത് SLCയിലെ എന്താണ് ഫിസിക്സ് ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ സൗണ്ട് വേവ്സ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണെന്ന് നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, X-rays and gamma rays are electromagnetic waves. They do not require a medium for transmission. കണ്ടോ ഇവിടെ do not require for medium transmission ഏതൊക്കെയാണ് ചോദിച്ചിരുന്നല്ലോ അല്ലേ. അപ്പോൾ എന്താണ് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, X-rays and gamma rays are electromagnetic waves. They do not require a medium for transmission. അല്ലേ. എന്താണ് ഇവയുടെ എന്താണ് ട്രാൻസ്മിഷൻ എന്താണ് മീഡിയം ആവശ്യം ഇല്ല. ഡു നോട്ട് റിക്വയർ അത് എന്താണ് ഇവയുടെ ട്രാൻസ്മിഷൻ എന്താണ് ഒരു മീഡിയം ആവശ്യമില്ല എന്നാണ് പറഞ്ഞല്ലേ. അപ്പം എൻ്റെ കൂടുതലൊന്ന് പഠിച്ചോളൂ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ വരുന്നത്? റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് പറയാം കേട്ടോ. ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, X-rays and gamma rays are electromagnetic waves. They do not require a medium for transmission. അപ്പം ട്രാൻസ്മിഷൻ ആവശ്യമില്ലാത്ത ട്രാൻസ്മിഷന് മീഡിയം ആവശ്യമില്ലാത്തത് ഇതൊക്കെയാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ് മെക്കാനിക്കൽ വേവ്സ് കേട്ടോ. മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അപ്പോൾ എന്താണ് ഈ മെക്കാനിക്കൽ വേവ്സ് എന്താണ് മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അപ്പോൾ ട്രാൻസ്മിഷന് മീഡിയം ആവശ്യമായ ഈ വേവ്സുകളാണെന്ത് ഈ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ വേവ്സ് ആർ മെയിൻലി ഓഫ് 2 ടൈപ്സ്. അപ്പോൾ മെക്കാനിക്കൽ വേവ്സ് എന്താ പ്രധാനമായും 2 ടൈപ്പ് ഉണ്ട് അല്ലേ. ദേ ആർ ഏതൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും ആണ് കേട്ടോ. എന്തൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും ആണ് ഇത് മെക്കാനിക്കൽ വേവ്സ് 2 ടൈപ്പായിട്ടുള്ളത്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സ്. നിങ്ങൾക്ക് കിട്ടിയ പോയിൻ്റൊക്കെ നിങ്ങളൊരു ബുക്കിലേക്ക് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ പഠിക്കാൻ എളുപ്പമാവും. ദെൻ നെക്സ്റ്റ് എന്താണ് ഇനി നമുക്ക് എന്താണ് ഇതിലെ മെക്കാനിക്കൽ വേവ്സിൽ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും അല്ലേ. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ഫിഗർ 1.8b did the coils in the slingy move parallel or perpendicular to the direction of propagation of the wave? എന്താണ് ഈ ചിത്രം 1.8b ഇതാണ് കേട്ടോ 1.8bയിൽ. അപ്പോൾ അതിലെന്താ ചോദിച്ചിരിക്കുന്നത്? 1.8bയിൽ എന്താണ് ഈ സ്ലിങ്കിലെ ആ പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് എന്താ കോയിൽസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സ്ലിങ്കിലെ കോയിൽസ് അതിൻ്റെ കോയിൽസിൻ്റെ വേവ്സ് ഉണ്ടല്ലോ അത് നീങ്ങുന്ന ഡയറക്ഷനിൽ പാരലൽ ആയിട്ടാണോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണോ ചലിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂവ് ചെയ്തത് എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചിത്രം 1.8bയിലെ സ്ട്രിങ്ങിലെ ആ കോയിൽസിൻ്റെ ആ വേവ്സ് ഉണ്ട്. കോയിൽസിൻ്റെ വേവ്സ് നീങ്ങുന്ന ഡയറക്ഷനിൽ ഈ പാരലൽ ആയിട്ടാണോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണോ ചലിച്ചത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കൂ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അപ്പോൾ എന്താണ് ഈ മീഡിയത്തിലെ കണികകൾ ഈ വേവ്സിൻ്റെ ആ എന്താണ് പ്രൊപ്പഗേഷൻ എന്താണ് പറയുന്നത് ഈ മീഡിയത്തിലെ ആ കണികകൾ ഈ വേവ്സിൻ്റെ ആ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ട് എന്താണ് പാരലലായിട്ട് വൈബ്രേഷൻ ചെയ്യുന്ന ആ വേവ്സ് ആണെന്ത് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. മീഡിയത്തിൻ്റെ ആ കണികകളുണ്ടല്ലോ, മീഡിയത്തിലെ ആ പാർട്ടിക്കിൾസിൻ്റെ വേവ്സ് ഈ മീഡിയത്തിൻ്റെ ഡയറക്ഷനിൽ എന്താണ് ഈ സമാന്തരമായിട്ട് അതായത് പാരലലായിട്ട് എന്താണ് വൈബ്രേഷൻ ചെയ്യുന്ന ആ തരംഗങ്ങളാണെന്ത് ആ വേവ്സുകളാണെന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. എന്താണ് മീഡിയത്തിൻ്റെ ആ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പറയുന്നത്? ആ മീഡിയത്തിൻ്റെ ആ പാർട്ടിക്കിൾസ് വേവ്സിൻ്റെ ആ പ്രേഷണ ഡയറക്ഷനിൽ പാരലലായിട്ട് എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്ന ആ വേവ്സ് ആണ് എന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അപ്പം നോക്കൂ, പ്രഷർ വേരിയേഷൻ ഒക്കറിങ് ഇൻ എയർ വെൻ ദ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ്സ്. നോക്കൂ, ഈ ട്യൂണിംഗ് ഫോർക്കിൽ വൈബ്രേഷൻ ചെയ്യുമ്പോൾ വായുവിൽ രൂപപ്പെടുന്ന ആ ഇത് കണ്ടോ, പ്രഷർ വേരിയേഷൻ കണ്ടില്ലേ ഇങ്ങനെ അല്ലേ. അതിൻ്റെ എന്താണ് പാരലലായിട്ടാണ് വരുന്നത് അല്ലേ. വി ഹാവ് സ്റ്റഡിഡ് ദാറ്റ് സൗണ്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അപ്പോൾ നമ്മൾ എന്താണ് സൗണ്ട്
സൗണ്ടിൽ എന്താണ് ഇതിന് ഒരു മീഡിയം ആവശ്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് എന്ത് ഈ സ്പേസിലൊക്കെ പോയാൽ റേഡിയോ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. അവിടെ എന്താ എയർ ഇല്ലാത്തതുകൊണ്ട്, എയറാണ് അവിടുത്തെ ഇത് വരുന്നത് അല്ലേ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് റേഡിയോ ആയിട്ടാണ് അവർ സൗണ്ടിൽ കണ്ടിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. അത് നമ്മൾ ആദ്യം പഠിച്ചതാണ്. ലെറ്റ്സ് സീ ഹൗ സൗണ്ട് ട്രാവൽസ് ത്രൂ എയർ. അപ്പം വായുവിലൂടെ എയറിലൂടെ എന്താണ് സൗണ്ട് എങ്ങനെയാണ് പ്രേഷണം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് പ്രഷർ വേരിയേഷൻ ഒക്കറിങ് എയർ വെൻ ദ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ്സ് അല്ലേ. Then in figure 1.9, as the prong of the tuning fork moves from the equilibrium position to the side A, the air pressure on that side increases or decreases. അവിടെ ഇങ്ങോട്ട് ബി, പിന്നെ ഇതിങ്ങോട്ടേക്ക് അല്ലേ. അപ്പോൾ എന്താണ് ചോദ്യം വന്നിരിക്കുന്നത്? ചിത്രം 1.9 ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആ പ്രോങ് ഉണ്ടല്ലോ, അത് തുലന സ്ഥാനത്ത് നിന്ന് എ എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ ആ വശത്തുള്ള ആ എയർ പ്രഷർ എന്താണ്, ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ വാട്ട് അബൌട്ട് ഇൻ എയർ ഓൺ സൈഡ് എ വെൻ ദ സെയിം പ്രോങ് മൂവ്സ് ടു സൈഡ് ബി. അതേസമയം ആ പ്രോങ് ബി എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ എ എന്ന വശത്തേക്കുള്ള ആ എയർ പ്രഷറോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The prongs of the tuning fork vibrate continuously are in region of high and low pressure formed intermittently in the air. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഈ പ്രോങ് തുടർച്ചയായി വൈബ്രേഷൻ ചെയ്യുമ്പോൾ എയറിൽ പ്രഷർ കൂടിയും കുറഞ്ഞുമായ മേഖലകൾ ഇടവിട്ട് രൂപപ്പെടുകയില്ലേ. അപ്പോൾ കമ്പയർ ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ലിംഗി വിത്ത് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്യൂണിംഗ് ഫോർക്ക് ഇൻ ദ എയർ. അപ്പോൾ എന്താണ് ഈ സ്ലിംഗിൽ ഉണ്ടായ ആ വേവ്സും അതുപോലെ എയറിൽ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടാക്കിയ വേവ്സും താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സൗണ്ട് ഫ്രം സോഴ്സ് ക്രിയേറ്റ്സ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ പ്രഷർ വേരിയേഷൻസ് ഇൻ ദ എയർ. എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ഈസ് ക്രിയേറ്റഡ് where distance between the air molecules decreases. Such regions are called compressions. The region denoted by C in the figure and a region of low pressure is called rarefactions. The region denoted by R in the figure. Sound travels through a medium forming alternating compressions and rarefactions. You have now understood that sound is a longitudinal wave. അല്ലേ. അപ്പോൾ എന്താണ്, ഒരു സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വായുവിൽ തുടർച്ചയായും ക്രമമായും എന്താണ് ഈ പ്രഷറിൻ്റെ എന്താണ് വേരിയേഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. പ്രഷർ വേരിയേഷൻ രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ എയർ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് എന്താണ് എയർ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് എന്താണ് പ്രഷർ കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഇത്തരം മേഖലകൾ എന്താണ് കംപ്രഷൻസ്, ചിത്രത്തിൽ സി അല്ലേ എന്ന മർദ്ദം കുറഞ്ഞ മേഖലകൾ എന്താണ് ഈ റയർഫാക്ഷൻ എന്നും ചിത്രം 6 അല്ലെ ചിത്രത്തിൽ 6 എന്നും അറിയപ്പെടുന്നു. അപ്പോൾ മാധ്യമത്തിൽ എന്താണ് മീഡിയത്തിൽ ഒന്നിടവിട്ട് സൗണ്ട് travels through medium forming alternating compressions and rarefaction. You have now understood that the sound of a longitudinal അല്ലേ. അപ്പോൾ എന്താണ് ഒന്നിടവിട്ട് ഉച്ചമർദ്ദ മേഖലകളും അതുപോലെ എന്താണ് ഈ കംപ്രഷൻസ് റയർ ഫ്രാക്ഷൻസ് രൂപപ്പെടുത്തി ശബ്ദം എന്താണ് സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. ശബ്ദം എന്താണ് അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം. എന്താണ് ചിത്രത്തിൽ നോക്കൂ. ഒരു സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം നമ്മളെ എയറിൽ തുടർച്ചയായും ക്രമമായും എന്താണ് ഈ എയർ പ്രഷർ വേരിയേഷൻ രൂപപ്പെടുത്തുന്നുണ്ട്. അതാണല്ലേ നമ്മൾ വൈബ്രേഷൻ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാക്കുന്നില്ലേ. അപ്പോൾ ചില ഭാഗത്ത് നോക്ക് ഇങ്ങനെ ഭയങ്കര കട്ടിയില്ലേ, ചിലയിടത്ത് എന്താണ് കട്ടി കുറവാണ് അല്ലേ. അപ്പോൾ എന്താണ് അത് കട്ടിയുള്ളത് സിയും കട്ടി കുറഞ്ഞത് 6ഉമാണ് അല്ലേ. അപ്പോൾ ഒരു എയറിൽ നിന്ന്, അതായത് ഒരു സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം എന്താണ് എയറിൽ തുടർച്ചയായും ക്രമമായും എന്താണ് ഈ പ്രഷർ വേരിയേഷൻ രൂപപ്പെടുത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ എയർ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് എന്താണ് ഈ പ്രഷർ കൂടുതലായി അനുഭവപ്പെടുന്നു അല്ലേ. ഇത്തരം മേഖല ഇതൊക്കെ എയർ കുറഞ്ഞു വരുന്ന ഭാഗത്ത് എന്താണ് പ്രഷർ കൂടുതലായിട്ട് എന്താണ് അനുഭവപ്പെടുന്നത്. ഇത്തരം ഈ മേഖലകൾ എന്താണ് കംപ്രഷൻസ് എന്നറിയപ്പെടുന്നു കേട്ടോ. ഈ സി കണ്ടോ, ഇത് കംപ്രഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കംപ്രഷൻ എന്നോ. പിന്നെ ഈ പ്രഷർ കുറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ഈ കുറഞ്ഞ മേഖലകൾ എന്താണ് റയർ ഫ്രാക്ഷൻ എന്നും അറിയപ്പെടുന്നു. 6 അല്ലേ അത് അറിയപ്പെടുന്നു. അപ്പം ഈ മാധ്യമത്തിൽ ഒന്നിടവിട്ട് എന്താണ് ഈ കംപ്രഷനും റയർ ഫ്രാക്ഷനും എന്താണ് രൂപപ്പെടുത്തിയ
എന്താണ് ശബ്ദം സഞ്ചരിക്കുകയാണ് അല്ലേ. കണ്ടോ, ഇത് കംപ്രഷനും റെയർഫ്രാക്ഷനും ഞാൻ രൂപപ്പെടുത്തി ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ടില്ലേ, ഒക്കെ ഉണ്ട് അല്ലേ. അന്ന് കംപ്രഷനാണ്, ഇത് റെയർഫ്രാക്ഷൻ, പിന്നെ കംപ്രഷൻ റെയർഫ്രാക്ഷൻ, കംപ്രഷൻ റെയർഫ്രാക്ഷൻ, അങ്ങനെ ഇത് സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ശബ്ദം, എന്താണ് ഇതെന്താണ്, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് അല്ലേ. ഓക്കെ, ദെൻ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്സ് നോക്കാം നമുക്ക്. ഇനി ട്രാൻസ്വേഴ്സ് വേവ്സ് നമുക്ക് ഒരു പ്രവർത്തനം നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ട്രൈ ആൻ ആക്ടിവിറ്റി. ഫിക്സ് എ സ്പ്രിംഗ് വെർട്ടിക്കലി ഓൺ എ ടേബിൾ യൂസിങ് എ നെയിൽ. ടൈ one end of a string to the top of the spring and the other end to a 50-gram slotted weight. Pass the string through the pulley fixed at the end of the table as shown in the figure. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഈ ആണി ഉപയോഗിച്ചിട്ട് കണ്ടോ, ആണി ഉപയോഗിച്ച് ഒരു സ്പ്രിങ് മേശമേൽ കുത്തനെ ഉറപ്പിക്കുക. കണ്ടോ ഇവിടെ കണ്ടില്ല, ആണി ഉപയോഗിച്ച് ഒരു സ്പ്രിങ് എന്താ മേശമേൽ കുത്തനെ ഉറപ്പിക്കുക. ഒരു ചരടിൻ്റെ ഒരു അഗ്രം എന്താണ് സ്പ്രിങ്ങിൻ്റെ മുകൾ ഭാഗത്തും രണ്ടാമത്തെ അഗ്രം എന്താണ് കണ്ടോ ഒരു സ്പ്രിങ്ങിൻ്റെ ഭാഗത്തും എന്താ മറ്റേ അഗ്രം 50 ഗ്രാം തൂക്കക്കട്ടിയുടെയും എന്താണ് 50 ഗ്രാം തൂക്കക്കട്ടീൻ്റെ ആ കെട്ടി ഉറപ്പിക്കുക. ചിത്രത്തിൽ കാണുന്ന പോലെ മേശയുടെ അഗ്രത്ത് ഉറപ്പിച്ച കപ്പിയിലൂടെ എന്താണ് ചരടി കടത്തി വിടുക. ഇത് കപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇത് 50 ഗ്രാം കട്ടയാണ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇത് കടത്തി വിടാനാണ് പറഞ്ഞിരിക്കുന്നത് ചരട്. സ്പ്രിങ് തുടർച്ചയായി അമർത്തുകയും സ്വതന്ത്രമാക്കുകയും ചെയ്തു നോക്കുക. എന്താ നിരീക്ഷിക്കുക. ആ സ്പ്രിങ് എന്താക്കുക, തുടർച്ചയായിട്ട് ഇവിടെ അമർത്തുക, പിന്നെ എന്താക്കുക വിടുക, പിന്നെ അമർത്തുക, പിന്നെ വിടുക അല്ലേ. അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്നാണ് നിങ്ങൾ റിലീസ് ആൻഡ് പ്രസ് ആൻഡ് റിലീസ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ സ്ട്രിങ് വിത്ത് റെസ്പെക്ട് ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ. പാരലൽ ആണോ അതോ പെർപെൻഡിക്കുലർ ആണോ, എന്താണ് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ തുലനാസ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് എന്താണ് ഈ ചരടിലെ ആ എന്താണ് ചരടിലെ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ചരടിലെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എപ്രകാരമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പ്രസ് ചെയ്യുമ്പോൾ ഇതാക്കുന്ന പ്രകാരമാണ്, പാരലലാണ് പെർപെൻഡിക്കുലർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് ഡസ് ഈച്ച് പോയിന്റ് ഓൺ ദ സ്ട്രിങ് മൂവ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് എ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ഫോംഡ് ഇൻ ദ സ്ട്രിങ്. അപ്പോൾ ചരടിലുണ്ടാകുന്ന തരംഗം എന്താണ്, ചരടിലുണ്ടാകുന്ന ആ വേവ്സ് ഇല്ലേ അത് നീങ്ങുന്ന ഡയറക്ഷനിൽ ഈ പാരലൽ ആയിട്ടാണോ പെർപെൻഡിക്കുലർ ആയിട്ടാണോ ഈ ചരടിലെ ഓരോ ബിന്ദുവും ചലിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡു ദ പാർട്ടിക്കിൾസ് ഓൺ ദ സ്ട്രിങ് അണ്ടർഗോ resultant translatory motion other than moving vertically up and down from their equilibrium position. അപ്പോൾ ചരടിലെ ബിന്ദുക്കൾ അവയുടെ തുലന സ്ഥാനത്ത് നിന്ന് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതല്ലാതെ അവയ്ക്ക് പരിണത സ്ഥാനാന്തരം ചലനം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കും. ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്താണ് അത് വെർട്ടിക്കലായിട്ടും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടല്ലാതെ അതിന് വേറെ എന്തെങ്കിലും ട്രാൻസ്ലേറ്ററി മോഷൻസ് ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചരടിലെ ബിന്ദുക്കൾ അവയുടെ ചരടിലെ ആ പാർട്ടിക്കിൾസ് ഇല്ലേ അവയുടെ എന്താണ് ഈ ഇക്വിലിബ്രിയം പൊസിഷൻ നിന്നിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതല്ലാതെ അവയ്ക്ക് എന്താണ് വേറെ എന്തെങ്കിലും ട്രാൻസ്ലേറ്ററി റിസൾട്ടൻറ്റ് മോഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണിത് ഇത് വരുന്നത് എന്താ വെർട്ടിക്കലി ആയിട്ടാണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ when the particles of a medium vibrate perpendicular to the direction of propagation of the wave they are called transverse waves അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ ഇത് വരുന്നത് എന്താണ് when the particles of the medium vibrate perpendicular to direction of the propagation of the wave they are called transverse waves. അപ്പോൾ ഈ മീഡിയത്തിൻ്റെ ആ പാർട്ടിക്കിൾസ് വേവ്സിൻ്റെ ആ പ്രേഷണ ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേഷൻ ചെയ്യുന്ന ഈ വേവ്സ് ആണ് എന്ത് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു നോക്കുക. when the particles of a medium vibrate perpendicular to the direction of the propagation of the wave they are called transverse waves. ഒന്നുകൂടി പറഞ്ഞുതരാം. when the particles of a medium vibrate perpendicular to the direction of propagation of the wave they are called transverse waves. Okay, then observe the transverse waveform shown in figure 1.10b. In transverse waves the elevated portions from the equilibrium position are called crest and the lowest portion from the equilibrium position are called troughs അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്, ചിത്രം 1.10 ബി അല്ലേ, 1.10 ബി ഏതാണ് ഇത് അല്ലേ. 1.10 ബിയിലെ എന്താണ്
ട്രാൻസ്വേഴ്സ് വേവ് ഫോം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ഫോം എന്താണ്? അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് എന്ത്? ക്രസ്റ്റ്. അതിൻ്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ ക്രസ്റ്റും ഈ താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങൾ ട്രഫ് എന്നും അറിയപ്പെടുന്നു കേട്ടോ. കണ്ടോ, ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്നില്ല, അത് ക്രസ്റ്റ്. ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നില്ല, അത് എന്താണ്? ട്രഫ് അല്ലേ. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മുകളിലും താഴോട്ടായിട്ട് ഇങ്ങനെ വരികയാണല്ലോ അല്ലേ. ആ മുകൾ ഭാഗം ക്രസ്റ്റ് എന്നും ആ താഴ്ന്നു കിടക്കുന്ന ഈ ഭാഗം എന്താണ്? ട്രഫ് എന്നാണ് എന്ത് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ. പ്ലേസ് എ സ്ട്രിംഗി ഓൺ എ ടേബിൾ, സ്ട്രെച്ച് ബോത്ത് എൻഡ്സ് ഓഫ് ഇറ്റ്, ഹോൾഡ് വൺ എൻഡ് ഓഫ് ദ സ്ട്രിംഗി ആൻഡ് ഓസിലേറ്റ് ഇറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ 1.10c. എന്താണ് ഇവിടെ പറയുന്നത്? ഈ സ്ലിംഗി മേശപ്പുറത്ത് വെച്ച ശേഷം അതിൻ്റെ രണ്ട് അറ്റങ്ങൾ എന്താണ്? വലിച്ചു പിടിക്കുക. ഈ ശൃംഗിയുടെ ഒരു അഗ്രത്തിൽ പിടിച്ച് ശൃംഗിയെ എന്താണ്? ഇരുവശങ്ങളിലേക്ക് എന്താണ്? ചലിപ്പിക്കുക. അപ്പോൾ ആർ ദ കോയിൽസ് മൂവിങ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫോം ക്രിയേറ്റഡ് ഓൺ ദ സ്ലിംഗി? അപ്പോൾ എന്താണ്? സ്ലിംഗിയിൽ ഉണ്ടാക്കിയ തരംഗ രൂപത്തിന് സമാന്തരമായാണോ ലംബമായാണോ ഈ വലയങ്ങൾ ചലിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് ഫോംഡ് ഇൻ ദ സ്ലിംഗി? അപ്പോൾ സ്ലിംഗിൽ ഉണ്ടായത് ഏത് തരം തരംഗ രൂപമാണ്? ഏത് വേവ് ഫോമാണ് ഉണ്ടായത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ് അല്ലേ. അപ്പോൾ എന്താണ്? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണ്? ഈ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് അല്ലേ. പിന്നെ some of the characteristics related to transverse waves and longitudinal waves are given below. Classify them and complete the ടേബിൾ. അപ്പോൾ എന്താണ്? ഇവിടെ കുറച്ച് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ്സും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ എന്താണ് ചുവടെ നൽകിയിരിക്കുന്നുണ്ട്. അവയെ തരം തിരിച്ച് എന്താണ് ഈ ടേബിൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ എന്താണ്? പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. എന്താണ്? ഈ വേവ്സിൻ്റെ എന്താണ്? പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് അല്ലേ. ഈ പ്രേഷണ ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മീഡിയത്തിൻ്റെ പാർട്ടിക്കിൾസ് എന്താണ്? വൈബ്രേഷൻ ചെയ്യുന്നു. അത് ഇതിലാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണോ അതോ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണോ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലേ. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് എന്താണ്? പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ അല്ലേ. പെർപെൻഡിക്കുലർ ആകുമ്പോൾ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ്സ് അല്ലേ. പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് എന്ന് പറയുമ്പോൾ ട്രാൻസ്വേഴ്സ് വേവ്സ് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കൂ. കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻസ് ആർ ഫോംഡ്. കംപ്രഷനും റെയർ ഫ്രാക്ഷൻസ് ഫോം ചെയ്യുന്നതിലാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലാണോ ട്രാൻസ്വേഴ്സ് വേവ്സിലാണോ? നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എവിടെയാണ് കംപ്രഷനും റെയർ ഫ്രാക്ഷൻ രൂപപ്പെടുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലാണ് അല്ലേ. അപ്പോൾ അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ദെൻ നെക്സ്റ്റ് പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം. പ്രഷർ വേരിയേഷൻ മീഡിയത്തിൽ ഒക്കർ ചെയ്യുന്നത് എവിടെയാണ്? മീഡിയത്തിൽ ഈ പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നു അല്ലേ. മീഡിയത്തിൽ പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്ന ഏതാ? നമ്മളിവിടെ എവിടെ പഠിച്ചത്? അത് കമന്റ് ചെയ്തേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ആർ ഫോംഡ്. ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ഫോം ചെയ്തിരിക്കുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സിൽ അല്ലേ. ക്രസ്റ്റ് ആൻഡിൽ എന്താണ്? അവിടെ ക്രസ്റ്റ് ആൻഡ് ട്രഫിൽ വരുന്നത് ഏതാണ്? ഈ ട്രാൻസ്വേഴ്സ് വേവ്സിൽ അല്ലേ. നെക്സ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലേ. നോ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം ഏതാണ്? നോ പ്രഷർ വേരിയേഷൻ. പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം ഏതാണ്? അതിന്റെ ഓപ്പോസിറ്റ് ഇല്ല. നോ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം അല്ലേ. അത് രണ്ടൊന്ന് കമന്റ് ചെയ്ത് എയും ബി ആയിട്ടൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ വേവ്സ്? ഇനി എന്താണ് ഈ വേവ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഓഫ് വേവ്സ്. ഇനി എന്താണ് ഈ വേവ്സിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് അല്ലേ. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വേവ്സ് ആർ എന്തൊക്കെയാണ്? ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് വേവ് കേട്ടോ. ഇത് പഠിക്കണം നിങ്ങൾ. ഓക്കെ. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് വേവ് ആണ് എന്ത് മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ വേവ് ഈസ് ഡിപിക്റ്റഡ്. എന്താണ് ഈ വേവ്സിന്റെ ഒരു പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ. ഇൻ ദ ഫിഗർ വിച്ച് ആർ ദ പോയിന്റ്സ് വിത്ത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ വേവ് ABCDE. ഇതിലേതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചിത്രത്തിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഏറ്റവും കൂടിയ സ്ഥാനാന്തരമുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന്, വേവിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഈ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പോയിന്റ് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലേതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്? A ആണോ, B ആണോ, C ആണോ, D ആണോ, E ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്?
പിന്നെ എന്താ അടുത്ത് വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്. ഇപ്പോൾ ചിത്രത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ വെച്ച് ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ ചിത്രം പറഞ്ഞിരിക്കുന്നത്? ചിത്രത്തിൽ ഈ വേവ്സിൻ്റെ തുലന സ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണെന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇതാ എ ഉണ്ട് അല്ലേ. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ എന്താണ്, ഇതാ താഴെ സി ഉണ്ട് അല്ലേ, സി പിന്നെ ഇ. അപ്പൊ ഏതൊക്കെയാണ്? എ സി ഇ അല്ലേ. ഇതാണ് എന്ത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് അല്ലേ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന്. ഇതാണ് എന്ത് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലേ. അതിൽ മാക്സിമം പൊസിഷനിൽ എന്താണ് ദൂരമുള്ളത് ഏതാണ്? എയും സിയും ഇയും ആണ് അല്ലേ. അതിന്റെ ഈ ആംപ്ലിറ്റ്യൂഡിന്റെ എന്താണ് ഡിനോമിനേഷൻ എന്താണ് നമ്മൾ പറയുന്നത്? എ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? വാട്ട് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്, ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? നോക്കൂ, ഇങ്ങോട്ടേക്ക് എന്താ 2 ആണ് അല്ലേ, ഇങ്ങോട്ടേക്കും എന്താണ് 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ് ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ കേട്ടോ. നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ പറഞ്ഞില്ലേ, കണ്ടോ, ഇവിടുന്ന് A2 അല്ലേ, ഇവിടെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ വരുന്നത് അല്ലേ, അതാണ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങോട്ടും എന്താണ് -2 അല്ലേ, അപ്പോൾ 2 തന്നെയാണ് ഇങ്ങോട്ടും 2 അല്ലേ. അപ്പോൾ 2 സെന്റിമീറ്റർ ആണ് എന്ത് ഈ വേവിന്റെ മാക്സിമം എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പീരീഡ് അല്ലേ. എന്താണ് പീരീഡ് നോക്കാം നമുക്ക്. In the figure 1.11, what is the time taken by the particles in the medium to complete one vibration? അപ്പോൾ ചിത്രം 1.11 എന്താണ് മാധ്യമത്തിലെ ഒരു പാർട്ടിക്കിൾസ് വൈബ്രേഷൻ, അതായത് സൈക്കിൾ പൂർത്തിയാക്കാൻ എന്താണ് എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ദ വേവ് ഇൻ ദ ഫിഗർ. അതുപോലെ ചിത്രത്തിലെ വേവിന്റെ പീരീഡ് എത്രയാണെന്നും ചോദിച്ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഒരു ഇതാക്കാൻ അല്ലെ, ഒരു മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ, ഒരു വൈബ്രേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് അല്ലേ. അപ്പോൾ ഈ ഇത് നോക്കിയാൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്കിൾ ഇസ് വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ വേവ് മോഷൻ അല്ലേ. എന്താണ് ഈ വേവ് മോഷന്റെ ഒരു കണികയുടെ പൂർണ്ണമായ ഒരു ഓസിലേഷൻ ആണ് എന്ത് ഇത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടം വരെയാണ് ഇത് ഈ ഓസിലേഷൻ എന്താണ് ഒരു ഇത് കമ്പനം, അതായത് ഒരു വൈബ്രേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കൂ, ഈ ചിത്രത്തിൽ നമ്മൾ ഇവിടുന്ന് മുതൽ ഇതാക്കണ്ടോ ഇവിടം വരെ, ഈ ഡി വരെയാണ് എന്താക്കുന്നത് ഒരു വൈബ്രേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്നത് അല്ലേ. അപ്പോൾ വൈബ്രേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്നത് എത്രയാണ്? ഇവിടെ നോക്കൂ, ഇതാണ് ടൈമിൻ്റെ അല്ലേ, ടൈം പീരീഡ് ആണ് അല്ലേ. ടൈം പീരീഡ് ആണ് എന്ത് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്? 1 ആണ് അല്ലേ. അപ്പോൾ എന്താണ് 1 സെക്കൻഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്താണ് 1 സെക്കൻഡ് എന്നാണ് കേട്ടോ. ഓക്കെ, വാട്ട് ഇസ് ദ പീരീഡ് ഓഫ് ദ വേവ് ഇൻ ദ ഫിഗർ. അപ്പോൾ ഫിഗറിലുള്ള വേവിന്റെ പീരീഡ് എന്താണ്? അതന്നെ അല്ലേ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 1 സെക്കൻഡ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ടൈം പൂർത്തിയാക്കാൻ, അതായത് ഒരു വൈബ്രേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്നത് ഏതാണ്? ഇതാ ഇവിടുന്ന് മുതൽ ഇങ്ങനെ പോയിട്ട് ഇതാ ഈ ഡി വരെ അല്ലേ. പിന്നെ അടുത്തതാണ് എന്ത് ഇങ്ങനെ പോയിട്ട് പിന്നെ അടുത്ത വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ പൂർത്തിയാക്കാൻ എടുക്കുന്നത് ഡി വരെയാണ്. അപ്പോൾ 1 സെക്കൻഡ് ആണ് കേട്ടോ ടൈം എടുക്കുന്നത്. ടൈം പീരീഡ് എടുക്കുന്നത് എത്രയാണ്? 1 സെക്കൻഡ്. ഓക്കെ, പീരീഡ് ഓഫ് ദ വേവ് എന്താണ്? 1 സെക്കൻഡ് തന്നെ. നെക്സ്റ്റ് എന്താണ്? ഫ്രീക്വൻസി ആണ് കേട്ടോ. അപ്പോൾ frequency, the frequency of a wave is the number of cycles that passes through a point in 1 second. എന്താണ് ഇപ്പം ഫ്രീക്വൻസി എന്താ? ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ഈ സൈക്കിളുടെ എണ്ണമാണല്ലോ ഈ ഫ്രീക്വൻസി ഓഫ് ദ വേവ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ബിന്ദുവിലൂടെ ഒരു സൈക്കിൾ കടന്നു പോകുന്ന, സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇതവിടം വരെ അല്ലേ. അപ്പോൾ ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുടെ എണ്ണമാണെന്ത് ഈ ഫ്രീക്വൻസി അല്ലേ, വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇഫ് ദ വേവ് ഷോൺ ഇൻ ഫിഗർ 1.11 ടേക്സ് 1 സെക്കൻഡ് ടു ട്രാവൽ ഫ്രം O to D, find the frequency of the wave. അപ്പോൾ ചിത്രം 1.11 തരംഗം ഓയിൽ നിന്ന് ഡിയിൽ എത്താൻ 1 സെക്കൻഡ് എടുക്കുന്നെങ്കിൽ തരംഗത്തിന്റെ ഫ്രീക്വൻസി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താണ് ചിത്രം 1.11 ഇത് അല്ലേ. അതിൽ തരംഗം എന്താണ് വേവ് ഓയിൽ നിന്ന് അവിടെ അല്ലേ, ഓയിൽ നിന്ന് എന്താണ് ഡിയിൽ എത്താൻ 1 സെക്കൻഡ് എടുക്കുന്നെങ്കിൽ അപ്പം ഈ വേവിന്റെ ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? എന്താണ് ഒരു പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളിന്റെ എണ്ണമാണെന്ത് ഫ്രീക്വൻസിയിലെ ഈ വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ചിത്രം 1.11 അല്ലേ, 1.11 എന്താണ് ഈ വേവ് ഓയിൽ നിന്ന് ഡിയിലെത്താൻ 1 സെക്കൻഡ് എടുക്കുന്നെങ്കിൽ ഈ വേവിന്റെ ഫ്രീക്വൻസി എന്താണ്? അപ്പോൾ ഇത് നോക്കൂ, ഒരു ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ്
ഒന്നല്ലേ, സൈക്കിൾ ഒന്നല്ലേ പോകുന്നത്, ഓയിൽ നിന്ന് 1 സെക്കൻഡിലല്ലേ ഇവിടെ എത്തുന്നത്. അപ്പോൾ എന്താണ് കണ്ടോ 1 അല്ലേ, ഈ ഡിയിലെത്തുന്നത് എത്രയാണ്, കംപ്ലീറ്റ് ആക്കുക, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നത് എത്രയാണ്, 1 തന്നെ അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി എന്താണ് 1 തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് അടുത്തത്, wavelength. The state of the particles in a wave at a particular time is depicted in figure 1.13a അല്ലേ. എന്താണ് ഈ വേവിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രത്യേക സമയത്തെ അവസ്ഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. ചിത്രം 1.13a കേട്ടോ. എന്താണ് വേവിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രത്യേക സമയത്തെ ഒരു അവസ്ഥയാണ്, ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ എന്താണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത്. വേവ്ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. ഇവിടെ 1 ഹേർട്സ് കൊടുക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾ എന്താണ് ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ് 1 ഹേർട്സ് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഹേർട്സ് ആണ് ഇതിലെ. ഓക്കെ, ഇനി ഇവിടെ എന്താണ് വേവ്ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അപ്പൊ എന്താണ് സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത 2 കണികകൾ തമ്മിലുള്ള അകലമാണെന്ത് ഈ തരംഗ എന്താണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. എന്താണ് സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത 2 പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലമാണെന്ത് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താണ് മീഡിയത്തിന്റെ ഓരോ പാർട്ടിക്കിൾസും ഓരോ വൈബ്രേഷൻ പൂർത്തിയാക്കാൻ എടുത്ത സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന വേവ് സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണ്. അപ്പോൾ അടുത്തടുത്ത 2 എന്താണ് കോൺസിക്യൂട്ടീവ് ക്രസ്റ്റോ അല്ലെങ്കിൽ എന്താണ് തമ്മിലോ അടുത്തടുത്ത 2 എന്താണ് കോൺസിക്യൂട്ടീവ് ട്രഫ്സോ തമ്മിലുള്ള അകലവും പിന്നെന്താണ് ഈ വേവ് ലെങ്ത് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ വേവ് ലെങ്ത് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ ഇതും കണക്കാക്കാമെന്നാണ് പറയുന്നത്. എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ 2 കോൺസിക്യൂട്ടീവ് ട്രഫ്സ് ആർ ഓൾസോ കൺസിഡർ ആസ് ദ വേവ് ലെങ്ത് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ മക്കളെ, ഈ സമാന കമ്പനാവസ്ഥയിലുള്ള അല്ലേ 2 സമാനമായിട്ട് നോക്കൂ. ഇതിവിടെ ലാംഡ എന്നുണ്ട്, അതാ വേവ് ലെങ്ത്തിൻ്റെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ലാംഡ എന്നാണ് കേട്ടോ. ഈ ചിഹ്നം കണ്ടില്ല, ഈ ലാംഡ എന്നുള്ളത് ചിഹ്നത്തിലാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ലെങ്ത്തിനെ. ഓക്കെ, അപ്പോൾ സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത 2 കണികകൾ തമ്മിലുള്ള അകലമാണ് എന്ത് ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് മുതൽ ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അടുത്തടുത്തെന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത് അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് പി എന്നാണ് എടുക്കുന്നതെങ്കിൽ അത് എവിടുന്നാണ് ഇവിടുന്ന് നമ്മൾ പോയി എന്താണ് ഇതേ അവസ്ഥയിലും ഇവിടെ എത്തുന്നതാണ് എന്ത് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് അല്ലേ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് എന്താണ് ഈ ബി എന്നാണ് വിചാരിച്ചോ. ബി എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പോയിട്ട് ഇവിടെ എത്തിയിട്ട് എഫിൽ അല്ലേ, അതാണ് എന്ത് വരുന്നത് ലാംഡ അല്ലേ വേവ് ലെങ്ത്. ഇനി 6 എന്നാണ് എടുക്കുന്നതെങ്കിലോ നമ്മളിത് ഇങ്ങനെ പോയിട്ട് തിരിച്ച് ആ പൊസിഷനിൽ എത്തുമ്പോൾ തന്നെയാണ് എന്ത് വരുന്നത് എസ്സിൽ അല്ലേ, അതാണ് എന്ത് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഈ ലാംഡ കേട്ടോ. അപ്പോൾ വേവ് ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ് ലാംഡ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്താക്കുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. The distance between 2 consecutive crust or 2 consecutive trough is also considered as a wavelength of the transverse waves അല്ലേ. അപ്പോൾ 2 consecutive crust ഈ ക്രസ്റ്റുകൾ തമ്മിലുള്ള ഈ അകലോ അല്ലെങ്കിൽ ഈ ട്രഫ് അല്ലേ ഇത് തമ്മിലുള്ള ഈ അകലോ എന്താണ് നമ്മൾ ഈ വേവ് ലെങ്ത്തിൻ്റെ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വേവ് ലെങ്ത് ആയിട്ട് നമ്മൾ എന്താക്കുക കൺസിഡർ ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ 2 ശൃംഖങ്ങൾ തമ്മിലോ അതിൻ്റെ അടുത്തടുത്ത 2 ഗർത്തങ്ങൾ തമ്മിലോ അല്ലെ ക്രസ്റ്റോ ട്രഫ് തമ്മിലോ എന്താ ഉള്ള അകലവും പിന്നെ അതുപോലെ എന്താണ് ഈ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വേവ് ലെങ്ത് ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും കണക്കാക്കാൻ പറ്റും. ഓക്കെ, ദെൻ നോക്കൂ ദ ഗ്രീക്ക് ലെറ്റർ ലാംഡ അല്ലേ എന്താണ് വായിക്കുക ലാംഡ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് വേവ് ലെങ്ത് അല്ലേ. വേവ് ലെങ്ത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് ഈ ലാംഡ എന്ന് പറയുന്നത്. ഇതിനെന്താണ് വായിക്കുക ലാംഡ കേട്ടോ. ഈ ലാംഡ ഗ്രീക്ക് ലെറ്റർ ആണ്. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ് ഈ വേവ് ലെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലാംഡ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ദ യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് ഈസ് എന്താണ് മീറ്റർ ആണ് കേട്ടോ. എന്താണ് യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് മീറ്റർ. അതൊക്കെ പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ സിമ്പിളായി മാറും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇവിടെ അതിൻ്റെ ഒരു ചോദ്യമാണ് അല്ലേ. എന്താണ് ഇൻ ഫിഗർ 1.13a വിച്ച് പാർട്ടിക്കിൾ ഈസ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആസ് പാർട്ടിക്കിൾ എ. എന്താണ് ചിത്രം 1.13a-യിൽ എ എന്ന കണികയുമായി സമാനമായിട്ടുള്ള വൈബ്രേഷൻ ഉള്ള പാർട്ടിക്കിൾസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് എ എന്ന പാർട്ടിക്കിൾ അല്ലേ. അപ്പോൾ എ എന്ന പാർട്ടിക്കിൾസിന് സമാന
ആയിട്ടുള്ള സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ? നോക്കൂ, എക്ക് അല്ലേ. ഏതാത്? എക്ക് ഏതാ വരുന്നത്? അപ്പൊ ഏതാണ്? എ ആയിട്ട് ഇതാ ഇവിടെയാണ് എ വരുന്നത് അല്ലേ. അപ്പൊ എന്ന് എന്താണ് സമാനമായിട്ടുള്ള ഇത് ഏതാണ്? ഇതാ ഇവിടെ വരുന്നത് ഇത് അല്ലേ, ഇ ആണ് അല്ലെ. അപ്പൊ എന്റെ ഏതാണ്? ഇ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താക്കാം? ഇ എന്ന് കൊടുക്കുക അല്ലെ. ഇൻ കേസ് ഓഫ് പാർട്ടിക്കിൾ പി, പിന്റേതാണെങ്കിലോ പിന്റേതാണെങ്കിൽ പിന്ന് ഇതാ ക്യൂല് അല്ലെ. ഇതാണെന്ത്? ഈ വേവ് ലെങ്തിൻ്റെത് അല്ലെ. ഇനി ബിന്റേതാണെങ്കിലോ ബിന്റേതാണെങ്കിൽ എഫ് അല്ലെ, ഇത് വരുന്നത് അല്ലെ. ഇതാ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇതാ ഇവിടെ വരുന്നത് അല്ലെ. ഇനി ആറിൻ്റെതാണെങ്കിലോ എസ് അല്ലെ. അപ്പം ഇവിടെ എഴുതുക കേട്ടോ നിങ്ങൾ. പിന്റേത് ഏതാന്ന് ബിന്റെ ഏതാന്നൊക്കെ പറഞ്ഞു തന്നു അല്ലെ. ഇൻ ഫിഗർ 1.13b വിച്ച് റെപ്രസെന്റ്സ് ദ വേവ് ലെങ്ത് ലാംഡ, CR ആണോ RR ആണോ? ഈ ഫിഗർ 1.13bയിൽ ഏതാണ് ഈ വേവ് ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പൊ ഇതിൽ ഏതാണ് വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? CR ആണോ RR ആണോ? നോക്കൂ, CR പകുതിയേ വരുന്നുള്ളൂ അല്ലെ. CC ആണെങ്കിൽ ഫുള്ള് വരുന്നുണ്ട് അല്ലെ. അതുപോലെ RR ആണെങ്കിലാണ് ഫുള്ള് ലാംഡ വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് പറയാം? RR കേട്ടോ. ഓക്കെ, എന്താണ് RR? ലാംഡ. ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ് അല്ലെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇതിൽ CC ആണോ അല്ലെങ്കിൽ CR ആണോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ RR ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ലാംഡ ഫുള്ള് ഇത് പറയുന്നത് എന്താണ്? CC ആണ് അല്ലെ, അല്ലെങ്കിൽ എന്താണ്? RR ആണ് അല്ലെ. ഓക്കെ, അപ്പൊ RR ആണ് നമ്മൾ ഇവിടുത്തെ ബ്രാക്കറ്റ് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് RR CCയും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ CR എന്ന് പറയുന്നത് എന്താണ്? പകുതിയാണല്ലേ. അപ്പൊ ഹിയർ റെപ്രസെന്റ് എന്താണ്? λ/2 ആണ് കേട്ടോ. എന്താണ്? λ/2 ആണ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കൂ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓർ ടു കോൺസിക്യൂട്ടീവ് റെയർഫ്രാക്ഷൻസ് ഈസ് ദ കൺസിഡർ ആസ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അല്ലെ. അപ്പൊ അടുത്തടുത്ത രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ എന്താണ്? അടുത്തടുത്ത രണ്ട് എന്താണ് കോൺസിക്യൂട്ടീവ് കംപ്രഷൻസോ അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് എന്താണ് കോൺസിക്യൂട്ടീവ് റെയർഫ്രാക്ഷൻസോ തമ്മിലോ ഉള്ള അകലം എന്താണ്? ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എന്താണ് നമുക്ക് കണക്കാക്കാം അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ വേവ് ലെങ്ത് ആയിട്ട് നമുക്ക് എന്താക്കുക? കൺസിഡർ ചെയ്യാം അല്ലെ. എന്താണ്? ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് തമ്മിലോ അല്ലെങ്കിൽ എന്താ അതിന്റെ അകലം തമ്മിലോ അല്ലെങ്കിൽ എന്താണ് ടു കോൺസിക്യൂട്ടീവ് റെയർഫ്രാക്ഷൻസിന്റെ ഡിസ്റ്റൻസ് തമ്മിലോ എന്താണ് അടുത്തടുത്ത രണ്ട് കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് തമ്മിലോ അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് എന്താണ് കോൺസിക്യൂട്ടീവ് റെയർഫ്രാക്ഷൻസ് തമ്മിലോ ഉള്ള അകലം എന്താണ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ വേവ് ലെങ്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി സ്പീഡ് ഓഫ് വേവ് എന്താ നമുക്ക് നോക്കാം. ദ സ്പീഡ് ഓഫ് എ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ദ യൂണിറ്റ് ഓഫ് ദ സ്പീഡ് ഓഫ് ദ വേവ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. എന്താണ് സ്പീഡ് വേവ് എന്ന് പറയുന്നത്? ഒരു സെക്കൻഡ് കൊണ്ട് വേവ് സഞ്ചരിക്കുന്ന ദൂരമാണെന്ത്? ഈ വേവ് സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സ്പീഡ് ഓഫ് വേവിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അത് എന്താണ് ഇവിടെ പറയുന്നത്? സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് എന്താണ് വേവ് സഞ്ചരിക്കുന്ന ദൂരമാണ് അല്ലെ. ഡിസ്റ്റൻസ് ആണ് എന്ത്? ഈ സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ സ്പീഡ് ഓഫ് വേവിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. സ്പീഡ് യൂണിറ്റ് ഈ യൂണിറ്റുകളൊക്കെ നിങ്ങൾ എന്താക്കുക? ഒരു ചെറിയൊരു ഇതെടുക്കുക, ബുക്ക് ഇതിനായിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് എന്താക്കുക? ഇങ്ങനത്തെ യൂണിറ്റുകളും അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ എന്താക്കുക? എഴുതി വെക്കുക കേട്ടോ. മെയിൻ എക്സാമിന് നമ്മൾ പിന്നെ പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് കിട്ടിയ പോയിന്റുകളൊക്കെ നിങ്ങൾ എന്താക്കുക? ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയതായിട്ടുള്ള ഭാഷയിൽ മലയാളത്തിൽ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം യൂണിറ്റുകളൊക്കെ എഴുതി വെക്കുക. യൂണിറ്റ് ഓഫ് സ്പീഡ് ഓഫ് വേവ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഇഫ് എ വേവ് ട്രാവൽസ്, ആ ബുക്ക് പിന്നെ കളയും ചെയ്യരുത് കേട്ടോ. എക്സാം കഴിയുന്നവരെ നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. മെയിൻ എക്സാം, SSLC പബ്ലിക് എക്സാം അടുത്ത മാർച്ച് ആ ടൈമിലാണ് നമ്മൾ എക്സാം വരുന്നത്. അതുവരെ നിങ്ങളെ കയ്യിൽ ആ ബുക്ക് ഉണ്ടായിക്കൊള്ളണം. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റുകളൊക്കെ ആ ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. ഏത് സബ്ജക്റ്റിന് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് എന്താക്കുക നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഓരോന്നും ഓരോ പാർട്ടാക്കിയിട്ട് ഫിസിക്സിന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. അത് ഫിസിക്സിൻ്റെ തന്നെ എഴുതുക. ഇനി കെമിസ്ട്രീൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രം എഴുതുക. മാത്സിൻ്റെ മാത്രമായിട്ട് അതിൽ എഴുതുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്താക്കുക? നിങ്ങൾ ആ കിട്ടുന്ന പോയിന്റുകളൊക്കെ എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് എക്സാമിന് പഠിക്കുമ്പോൾ നമുക്ക് സിമ്പിളായി മാറും കേട്ടോ. ഫുള്ള് എല്ലാവർക്കും എന്താണ് ഫുള്ള് A+ തന്നെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഇഫ് എ വേവ് ട്രാവൽസ് 700 മീറ്റർ ഇൻ 2 സെക്കൻഡ്, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ്? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു വേവ് 2 സെക്കൻഡിൽ 700 മീറ്റർ സഞ്ചരിക്കുന്നുവെങ്കിൽ അതിൻ്റെ സ്പീഡ് ഓഫ് വേവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ സ്പീഡ് ഓഫ് വേവ്? അപ്പോൾ നമുക്കിവിടെ എന്താണ് ടൈം തന്നിട്ടുണ്ട് അല്ലേ. പിന്നെന്താണ് നമുക്ക് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താ സ്പീഡ് ഓഫ് വേവ് എന്താണ്? വി എന്താണ്?
ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 700 അല്ലേ. പിന്നെന്താണ് നമുക്ക് ഡിസ്റ്റൻസ് ഇവിടെ എന്താണ് തന്നിട്ടുണ്ട് 700. പിന്നെ നമുക്ക് വേറെന്താ തന്നിരിക്കുന്നത്, വേറെ നമുക്ക് തന്നിരിക്കുന്നത് ടൈം തന്നിട്ടുണ്ട് അല്ലേ, 2 സെക്കൻഡ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് v = എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതാം അല്ലേ. ഓക്കെ, v = ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതാം. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ 700 തന്നിട്ടില്ലേ, 700 ബൈ ടൈം 2 ആണ് അല്ലേ. അപ്പോൾ 700 ബൈ 2 അല്ലേ. അപ്പം 700 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 350 അല്ലേ, 350 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ 700 ബൈ 2 എന്താണ് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ ഈ സ്പീഡ് ഓഫ് ദ വേവ് എന്ന് വരുന്നത് കേട്ടോ. ഈസ് ദർ എ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്? ഇനി ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. പ്ലേസ് എ സ്ട്രിംഗി ഓൺ എ ടേബിൾ, സ്ട്രെച്ച് ബോത്ത് എൻഡ്സ് ഓഫ് ഇറ്റ്, ഹോൾഡ് വൺ എൻഡ് ഓഫ് ദ സ്ട്രിംഗി ആൻഡ് ഓസിലേറ്റ് ഇറ്റ് ടു പ്രൊഡ്യൂസ് എ ട്രാൻസ്വേഴ്സ് വേവ് ഫോം. Then increase the frequency of oscillation. Observe the change in frequency and wavelength of the waveform generated in the slingy. If the frequency of the wave is changed, will the wavelength change? അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, സ്ലിംഗി മേശപ്പുറത്ത് വെച്ച ശേഷം 2 അഗ്രങ്ങളും വലിച്ചു പിടിക്കുക. 2 അഗ്രങ്ങൾ എന്താക്കുക, അറ്റവും വലിച്ചു പിടിച്ചിട്ട് എന്താ സ്ലിംഗിയുടെ ഒരു അറ്റത്തെ ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ച് എന്താണ് ഈ ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കുക. പിന്നെന്താ പറയുന്നത്, ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ചിട്ട് എന്താണ് പ്രൊഡ്യൂസ് എ ട്രാൻസ്വേഴ്സ് വേവ് ഫോം എന്താക്കുക സൃഷ്ടിക്കുക. തുടർന്ന് ഇരുവശത്തേക്കുമുള്ള ആ മൂവ്മെന്റിന്റെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുക. ശൃംഖിയിൽ സൃഷ്ടിച്ച ഈ തരംഗരൂപത്തിന്റെ ഫ്രീക്വൻസിയിലും അതുപോലെ എന്താണ് ഈ തരംഗരൂപത്തിൽ വേവ് ലെങ്ത്തിന്റെ എന്താണ് ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു തരംഗത്തെ ഒരു വേവിന്റെ സംബന്ധിച്ച് അതിന്റെ ഫ്രീക്വൻസി വ്യത്യാസപ്പെടുത്തിയാൽ ഈ വേവ് ലെങ്ത് ഉണ്ടല്ലോ അതിന് മാറ്റം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു വേവിനെ സംബന്ധിച്ച് അതിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസപ്പെടുത്തിയാൽ ഇതിന്റെ വേവ് ലെങ്ത്തിന് മാറ്റം ഉണ്ടാകുമോ എന്ന്. ആൻ ഇല്ലസ്ട്രേഷൻ ഓഫ് 2 waves of the same amplitude passing through a medium at the same time intervals is given. അപ്പോൾ എന്താണ് ഒരു തരംഗത്തെ സംബന്ധിച്ച് അതിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുത്തിയാൽ തരംഗ ദൈർഘ്യത്തിന് മാറ്റം ഉണ്ടാകുമോ ചോദിച്ചല്ലേ. അപ്പോൾ ഒരു മാധ്യമത്തിലൂടെ ഒരേ സമയം ഇടവേളകളിൽ ഉണ്ടായ ഒരേ ആംപ്ലിറ്റ്യൂഡിലുള്ള 2 തരംഗങ്ങളുടെ ചിത്രീകരണം നൽകിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു മാധ്യമത്തിലൂടെ ഒരേ സമയം ഇടവേളകളിൽ ഉണ്ടായ ഒരേ ആംപ്ലിറ്റ്യൂഡിലുള്ള 2 തരംഗങ്ങളുടെ ചിത്രീകരണമാണെന്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിത്രം എന്താ ഫിഗർ 1.14a വാട്ട് ഈസ് എ വേവ് ലെങ്ത് ഓഫ് ദ ഫോം. അപ്പോൾ ചിത്രം 1.14a തരംഗത്തിന്റെ ഈ വേവിന്റെ വേവ് ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേവിന്റെ വേവ് ലെങ്ത് എന്താണ് ഈ 1.14a. അതുപോലെ വാട്ട് ഈസ് എ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഇൻ ഫിഗർ 1.14b എന്താണ് ചിത്രം 1.14b തരംഗത്തിന്റെ ഈ വേവ് ലെങ്ത്തും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടെത്തും. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ഫിഗറിൽ ഈ വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നോക്കൂ ഇവിടുന്ന് പോയിട്ട് ഇതാ ഇവിടെ വരെ അല്ലേ. അപ്പോൾ എത്രയാണ് 4 അല്ലേ. അപ്പോൾ 4 മീറ്റർ എന്ന് ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിയാൽ വേവ് ലെങ്ത്തിന്റെ ഇത് വരുന്നത് ഇതങ്ങനെ പോയിട്ട് ഇതാ ഇങ്ങനെ 2 അവിടെയാണ് തീരുന്നത് അല്ലേ. ഇവിടുന്ന് നമ്മൾ എന്താണ് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇതാ ഇവിടെയാണ് ഫസ്റ്റ് സൈക്കിൾ തീരുന്നത് അല്ലേ. ഫസ്റ്റ് അത് 4 മീറ്റർ ആണ് അല്ലേ. അപ്പം ഫസ്റ്റത്തെ ചിത്രത്തിൽ എന്താണ് 4 മീറ്ററും ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കൂ ഇങ്ങനെ പോയിട്ട് ഇതാണ് ഒന്ന് കംപ്ലീറ്റ് ആക്കുന്നത് അല്ലേ. അപ്പോൾ 2 മീറ്ററുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ 2 മീറ്ററും. ഇനി നെക്സ്റ്റ് ചെയ്ത ഫിഗർ 1.14a. ഇഫ് ബോത്ത് ദ വേവ്സ് ടേക്സ് 1 second to travel a distance of 12 meter, what is the frequency of the wave? അപ്പോൾ എന്താണ് ഈ 1.14a 2 if both waves takes 1 second to travel a distance of 12 meter. അപ്പോൾ എന്താ ചോദ്യം, 2 വേവ്സും 12 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ 1 സെക്കൻഡ് എടുത്തുവെങ്കിൽ 1.14a ചിത്രത്തിൽ ഈ വേവ്സിന്റെ ഫ്രീക്വൻസി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് 2 വേവ്സും 12 മീറ്റർ സഞ്ചരിക്കാൻ 1 സെക്കൻഡ് എടുത്തുവെങ്കിൽ ചിത്രം എയിലുള്ളതിലെ ഈ വേവിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് 12 മീറ്റർ അല്ലേ. അവിടെ നോക്കിയാൽ 12 മീറ്റർ ആണ് ഇവിടെയും വന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ചിത്രത്തിൽ 12 എന്താണ് 1.14a എന്താണ് വേവ് എന്താണ് 12 മീറ്റർ സഞ്ചരിക്കാൻ 1 സെക്കൻഡ്
എടുത്തെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അവിടെ 12 ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ നോക്ക് ഫ്രീക്വൻസി എത്രയാണ്. ഇവിടുന്ന് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കുക, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കുക അവിടെ 1 അല്ലേ. പിന്നെ അടുത്തത് കംപ്ലീറ്റ് ആക്കുന്നത് അവിടെ 2 അല്ലേ. അടുത്ത് കംപ്ലീറ്റ് ആക്കുന്നത് അവിടെ 3 അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 3 അല്ലേ. 3 ഹേർട്സ് അല്ലേ. ഫ്രീക്വൻസി എത്രയാണ്, ഇവിടെ 3 ഹേർട്സ്. ഇനി ഇതിൽ രണ്ടാമത്തെ ചിത്രത്തിലോ 12 മീറ്റർ തന്നെ അല്ലേ. 12 മീറ്ററിൽ എന്താണ്, വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ദി വേവ് അല്ലേ. അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, ഇവിടെ 12 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മളിത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കുക, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നത് എന്താണ്, ഇത് അവിടെ 1 അല്ലേ. 1 ഇവിടെ 2 അല്ലേ. പിന്നെ 1 അവിടുത്തെ കംപ്ലീറ്റ് ആക്കുന്നത് അവിടെ 2, പിന്നെ അടുത്ത് കംപ്ലീറ്റ് ആക്കുന്നത് 3, പിന്നെ അടുത്ത് കംപ്ലീറ്റ് ആക്കുന്നത് ഇവിടെ 4, പിന്നെ 5, പിന്നെ അതാ 6 അല്ലേ. അപ്പം രണ്ടാമത്തെ ചിത്രത്തിലുള്ള ഈ എന്താണ് ഫ്രീക്വൻസി ഓഫ് ദ വേവ് എത്രയാണ്, 6 ഹേർട്സ് കേട്ടോ. എത്രയാണ്, 6 ഹേർട്സ് ആണ് രണ്ടാമത്തത് അല്ലേ. ഇനി വിച്ച് വേവ് ഹാസ് എ ലോങ്ങർ വേവ് ലെങ്ത്. ഇനി ലോങ്ങർ വേവ് ലെങ്ത് ഇതിൽ ഏതാണ്, ലോങ്ങർ വേവ് ലെങ്ത് ഏതാണ്, ചിത്രം എ ആണ് അല്ലേ. ഷോർട്ടർ വേവ് ലെങ്ത് ഏതാണ്, ചിത്രം ബി ആണ് അല്ലേ. ഓക്കെ. പിന്നെ ഹയർ ഫ്രീക്വൻസി ഇതിൽ ഏതാണ് ഉള്ളത്, ഹയർ ഫ്രീക്വൻസി ഉള്ളത് ഏതാണ്, ഈ ബിയിലുള്ള ചിത്രമാണ് അല്ലേ. ഇതിലാണ് കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് അല്ലേ. ഓക്കെ. പിന്നെന്താണ് ഇവിടെ പറയുന്നത്, വാട്ട് ഈസ് റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. വേവ് ലെങ്ത്തും ഫ്രീക്വൻസി എന്താണ്. അപ്പോൾ വേവ് ലെങ്ത് പറയുമ്പോൾ ലാംഡ അല്ലേ. ലാംഡ നോക്കൂ, ഇവിടെ ലാംഡ നോക്ക് ഭയങ്കര ഡിസ്റ്റൻസിൽ പോകുന്നുണ്ട് അല്ലേ. ഇവിടെ ലാംഡ എന്താണ്, ഷോർട്ടായിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കണേ ഇവിടെ 4 ആണ്. ഇവിടെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ ഇവിടെ 2 ആണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ എന്താണ് ഫ്രീക്വൻസി ഇവിടെ എത്രയാണ്, 3 ആണ്. ഇവിടെ 6 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ലാംഡ എത്രയാണ് ഉള്ളത്. അപ്പം അവിടെ ലാംഡ കൂടുമ്പോൾ എന്താണ്, ഫ്രീക്വൻസി ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ലാംഡ അതായത് വേവ് ലെങ്ത് കുറയുമ്പോൾ എന്താണ്, ഫ്രീക്വൻസി കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ രണ്ടിനും റിലേഷൻ മനസ്സിലായല്ലോ. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുക, ഒന്ന് കുറയുമ്പോൾ മറ്റേ കൂടുക അല്ലേ. അപ്പോൾ വേവ് ലെങ്ത് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്താണ്, കുറയുകയാണ്. അതുപോലെ വേവ് ലെങ്ത് കുറയുമ്പോൾ എന്താണ്, ഫ്രീക്വൻസി കൂടുകയാണ്. ഓക്കെ, അതാണ് എൻ്റെ റിലേഷൻ അല്ലേ. ദ ടൈം ടേക്കൺ ബൈ ബോത്ത് ദ വേവ് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് of 12 meter is equal. The speed of the wave will be equal. എന്താ അവിടെ, 2 വേവ്സും 12 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം തുല്യമാണല്ലോ. അപ്പോൾ എന്താണ്, അതിൻ്റെ സ്പീഡ് ഓഫ് വേവ് എന്താണ്, തുല്യമല്ലേ, തുല്യമാണ് അല്ലേ. when the speed is constant, frequency of the wave is inversely proportional to the wavelength അല്ലേ. അപ്പം വേഗം എന്താണ്, സ്ഥിരമായിരിക്കുമ്പോൾ അല്ലേ, വേഗം സ്പീഡ് സ്ഥിരമായിരിക്കുമ്പോൾ വേവിൻ്റെ ഫ്രീക്വൻസി എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, എഫ് പ്രൊപ്പോർഷണൽ ടു 1/λ അല്ലേ. എന്താണ് ഇവിടെ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത്. ഓക്കെ. വെൻ ദ സ്പീഡ് ഈസ് കോൺസ്റ്റന്റ്, ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത്. സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എന്താണ്, ഫ്രീക്വൻസി ഓഫ് ദ വേവ് എന്താണ്, വേവ് ലെങ്തിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. ഓക്കെ. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു 1/λ എന്ന് പറയാം. ഓക്കെ.